എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പടവലങ്ങയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഇത് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം. നമ്മൾ പടവലങ്ങയും ക്യാരറ്റും ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തോരൻ വയ്ക്കാം. തോരൻ വയ്ക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വന്നു. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു പകുതി സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും പച്ചമുളക്, കറിവേപ്പില, പച്ചമുളക് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുത്തു. നാളികേരത്തിൻ്റെ പച്ചമണം മാറി വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും പടവലങ്ങയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം തെളിച്ച് കൊടുത്തിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടവലങ്ങ വേകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ വെള്ളം തെളിച്ച് കൊടുത്താൽ മതി, വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം തെളിച്ച് കൊടുക്കാം. വെള്ളം തെളിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തോരന് നല്ല ടേസ്റ്റാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് ആക്കണ്ടെന്ന് വെച്ചിങ്ങനെ പടവലങ്ങ വേകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വെള്ളം വാർന്ന് വരും. കണ്ട, ഇപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല. കണ്ട വെള്ളം തെളിച്ച് കൊടുത്തു എന്നുള്ളൂ, പക്ഷെ വെള്ളമൊന്നുമില്ല. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തോരന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒതുക്കി വെച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പടവലങ്ങ ക്യാരറ്റുള്ള തോരൻ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. ഇത് പടവലങ്ങയുടെ വെള്ളത്തിലാണല്ലോ. ഈ വേവും തോറും അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മളുടെ പടവലങ്ങ ക്യാരറ്റ് തോരൻ റെഡിയായി വന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ പടവലങ്ങ ക്യാരറ്റ് തോരൻ റെഡിയായി. നമ്മൾ കണ്ട വെള്ളം ഒരു തുള്ളി വെള്ളം തെളിച്ച് കൊടുത്തിട്ട് പടവലങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് വെന്ത് വന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ തോരൻ കണ്ട പടവലങ്ങ ക്യാരറ്റ് തോര റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.